ഇപ്പൊ നിങ്ങൾക്ക് തോന്നുകയാണ് ഞാൻ എവിടെ എത്തിയിട്ടില്ല, എൻ്റെ ഒപ്പമുള്ളവരൊക്കെ രക്ഷപ്പെട്ടു, എൻ്റെ ഫ്യൂച്ചർ എന്താവുമെന്ന് എനിക്കറിയില്ല, ഐ എം ജസ്റ്റ് സ്റ്റക്ക് ഇൻ ലൈഫ്. ദിസ് വീഡിയോ ഈസ് ഫോർ യു. ഇഫ് യു ആർ ന്യൂ ഹിയർ, എൻ്റെ പേര് ഇഷാം. ഞാനൊരു സെൽഫ് ഇംപ്രൂവ്മെന്റ് കണ്ടന്റ് ക്രിയേറ്റർ ആണ്. ഞാൻ ഉണ്ടാക്കുന്ന കണ്ടന്റ് മെയിൻ ആയിട്ട് എൻ്റെ യങ്ങർ സെൽഫിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ളതാണ്. ബൈ ദ എൻഡ് ഓഫ് ദിസ് വീഡിയോ ലൈഫിൽ കൂടുതൽ ക്ലാരിറ്റി കിട്ടാനും, അതുപോലെ തന്നെ ഈ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ സ്റ്റക്കായി നിൽക്കുന്നത്, അത് ഒഴിവാക്കാനും, അതുപോലെ തന്നെ ആക്ഷൻ എടുക്കാനും ഞാൻ ഹെൽപ്പ് ചെയ്യാം. ബിഫോർ ഗോയിങ് ടു ദ വീഡിയോ ഞാൻ എൻ്റെ സ്റ്റോറി പറഞ്ഞുതരാം. ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഇഷാമിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്, ഞാൻ സ്കിന്നി ആയിരുന്നു, അതുപോലെ തന്നെ എൻ്റെ ഫേസ് ഫുള്ള് ആക്നെ ആയിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ലോ സെൽഫ് കോൺഫിഡൻസ്, അതുപോലെ തന്നെ ലൈഫിൽ എന്താണ് അച്ചീവ് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു, എന്താണ് വേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അതുപോലെ ഈ സോഷ്യൽ വാലിഡേഷൻ, മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് കുറച്ച് വില ഉള്ള പോലെ നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും നമ്മൾ ചെയ്യല്ലോ. അതായത് ഓരോ ഉള്ളിൽ കുറച്ച് ആൾക്കാരെ കൂട്ടത്തിൽ നമ്മൾ ഫിറ്റ് ഇൻ ആവാൻ വേണ്ടിയിട്ട് ഓർക്ക് തമാശയായി തോന്നുന്ന ജോക്കുകൾ, പക്ഷെ ആക്ച്വലി നമുക്ക് തമാശ ആവില്ല, പക്ഷെ നമ്മളത് പറഞ്ഞാണ്ട് ചിരിച്ചാണ്ട് ഓരോ കൂട്ടത്തിൽ കൂടാൻ നോക്കുക, അങ്ങനത്തെ സംഭവം ഉണ്ടല്ലോ. ട്രൈങ് ടു ഫിറ്റ് ഇൻ, അതേപോലെ സോഷ്യൽ വാലിഡേഷൻസ് സീക്ക് ചെയ്യാം, ഇങ്ങനത്തെ ഒക്കെ കുറേ പ്രശ്നങ്ങളിൽ നിൽക്കുകയായിരുന്നു. ബേസിക്കലി പറയുകയാണെങ്കിൽ ഐ വാസ് ലോസ്റ്റ്. പിന്നീട് ഞാൻ മനസ്സിലാക്കുകയാണ്, കുറച്ച് ഇതേപോലത്തെ കാലഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മളെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് ആക്ച്വലി നമ്മൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ജീവിതം മാറും, നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും, നമുക്ക് ഗോൾസ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. അവിടുന്ന് പിന്നീട് ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈൽ മൊത്തത്തിൽ മാറ്റി. നമ്മളെ ഇൻസ്റ്റഗ്രാം ആൽഗോരിതമൊക്കെ ഉണ്ടല്ലോ, ഇൻസ്റ്റഗ്രാം റീൽസ് കാര്യങ്ങൾ വരുന്ന ആൽഗോരിതമൊക്കെ, അതൊക്കെ മാറി ഫുള്ള് എന്തായി ഫിറ്റ്നസ്സും ലൈഫ് സ്റ്റൈലും മോട്ടിവേഷൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയി. അതേപോലെ തന്നെ എൻ്റെ ഡയറ്റ്, അതേപോലെ ഫിറ്റ്നസ്, അതേപോലെ ഞാൻ മനസ്സിലാക്കിയത് ലൈഫിൽ ജീവിതകാലം മൊത്തം ലേണിംഗ് വേണം. അങ്ങനെ ബുക്ക് വായിക്കാൻ തുടങ്ങി, അതുപോലെ ഇങ്ങനത്തെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ഹാബിറ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇഷാം ഇപ്പോൾ കണ്ടൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്താണ്ട് ഇപ്പോൾ ഈ ഒരു ലെവലിൽ നിൽക്കുന്നു. ഇനിയും അങ്ങോട്ട് പോകാനുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആ ഒരു ജേർണിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ആക്നെ ട്രാൻസ്ഫോർമേഷൻ നടത്തിക്കണ്, അതേപോലെ തന്നെ ചെറിയൊരു രീതിയിൽ ഫിറ്റ്നസ് ട്രാൻസ്ഫോർമേഷൻ നടത്തിക്കണ്. അതുപോലെ ഇപ്പോൾ ഏകദേശം നമുക്കൊരു 30K യൂട്യൂബിൽ സബ്ബായി, അതുപോലെ ഇൻസ്റ്റഗ്രാമിൽ ഏകദേശം ഒരു 14K ഫോളോവേഴ്സ് ഉണ്ട്. ഇഫ് യു ആർ ഫീലിംഗ് യു ആർ ബിഹൈൻഡ് ഇൻ ലൈഫ്, ഫസ്റ്റ് പോയിന്റ് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ റീഫ്രെയിം യുവർ ടൈം ലൈൻ. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയണത് നമ്മളിവിടെ എത്തിയിട്ടില്ല എന്നൊക്കെ പറയണത് ബാക്കിയുള്ളവരുടെ ലൈഫ് കാണുമ്പോഴാണല്ലോ അധികം. ഓൻ അവിടെ എത്തി, നമ്മളൊന്നും അച്ചീവ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഓൻ പാസ്സായി, നമ്മൾ പാസ്സായിട്ടില്ല, അല്ലെങ്കിൽ ഓന് ജോലി കിട്ടി, നമുക്ക് ജോലി കിട്ടിയില്ല എന്നൊക്കെ. പക്ഷെ അവിടെ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും സ്റ്റോറി ഡിഫറെൻ്റ് ആണ്. ഓരോരുത്തരെയും സ്റ്റാർട്ടിങ് പോയിന്റ്, ഇപ്പോൾ ഇതൊരു റേസ് ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇതൊരു ഓട്ട മത്സരമാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും സ്റ്റാർട്ടിങ് പോയിന്റ് വ്യത്യാസമുണ്ട്. നമ്മളെല്ലാവരും ഒരേ സ്ഥലത്തു നിന്നാണ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് പറയുന്നു ഓൻ അവിടെ എത്തി, നമ്മളവിടെ എത്തിയിട്ടില്ല എന്നുള്ളതൊക്കെ. പക്ഷേ ഓരോരുത്തരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ, അതുപോലെ ഈ പോകുന്ന ഇടയിൽ ആൾക്കാരെ മീറ്റ് ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ ഉള്ള റിസോഴ്സുകൾ, അതുപോലെ ഉണ്ടായിരുന്ന നോളജുകൾ, ഇതൊക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക ഓൻ അവിടെ എത്തി നമ്മളിവിടെ എത്തിയില്ല എന്നുള്ളത്? പല ആൾക്കാർക്കും പല സ്റ്റാർട്ടിങ് പോയിന്റ്, എന്നിട്ട് ഫിനിഷിംഗ് ലൈനിൽ വെച്ചാൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. സോ യുവർ ടൈം ലൈൻ ഈസ് ഡിഫറെൻറ്റ്. ലൈഫിൽ കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എടുക്കുന്ന ഓരോരോ ചെറിയ തീരുമാനങ്ങളും എന്ത് കാര്യമായിക്കോട്ടെ, ഇപ്പോൾ നമുക്ക് ഫോൺ ഉപയോഗിക്കുന്നതിൻ്റെ പകരം നമ്മൾ എന്ത് ചെയ്തു, ബുക്ക് വായിക്കാൻ തീരുമാനിച്ചു. പോഡ്കാസ്റ്റ് കാണുന്നതിൻ്റെ പകരം നമ്മൾ എൻ്റർടൈൻമെൻറ്റ് വീഡിയോ കാണാൻ തീരുമാനിച്ചു. അല്ലെങ്കിൽ ലിഫ്റ്റിൽ പോകുന്നതിൻ്റെ പകരം സ്റ്റെയർസ് എടുക്കാൻ നമ്മൾ വിചാരിച്ചു, കോണി കയറി പോകാൻ നമ്മൾ വിചാരിച്ചു. അല്ലാണ്ടെങ്കിൽ വീട്ടിൽ ഹെൽത്തി ആയിട്ടുള്ള നല്ല ഞാൻ പറയുകയാണെങ്കിൽ കുറച്ച് റൈസും, സാധാ വൈറ്റ് റൈസും, അതുപോലെ കുറച്ച് ചിക്കൻ കറിയും, നല്ല നാടൻ ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ മീൻ പൊരിച്ചതൊക്കെ ഉണ്ട്. ഇപ്പുറത്ത് ബർഗറും ഫ്രഞ്ച് ഫ്രൈസും, അതുപോലെ കുറച്ച് കോളയും, ഇങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട്. നമ്മൾ വീട്ടിൽ പരിപാടി ഉണ്ടായപ്പോൾ ഫാദർ കൊടുക്കുന്ന വിചാരിച്ചു. അപ്പോൾ നമുക്ക് അവിടെ ചോയ്സ് ഉണ്ട്, ഇത് വേണമെങ്കിൽ എടുക്കാം, ഫാസ്റ്റ് ഫുഡ് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഈ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനം ഹെൽത്തി ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത്, ഇങ്ങനെ ഓരോരോ ചോയ്സും ലൈഫിൽ കോമ്പൗണ്ട് ആവും. പിന്നീട് കുറച്ച് കാലങ്ങളൊക്കെ കഴിയുമ്പോഴാണ് ഇതിൻ്റെ റിസൾട്ടൊക്കെ പാടെ ഒന്നായിട്ട് വരിക. യു ആർ എക്സാക്ട്ലി വേർ യുവർ പാസ്റ്റ് ആക്ഷൻസ് ആൻഡ് ചോയ്സസ് പുട്ട് യു, ആൻഡ് ദാറ്റ്സ് ഓക്കെ. നമ്മൾ പണ്ട് 6 മാസം മുമ്പോ 6 വർഷം മുമ്പോ ഒക്കെ എടുത്ത തീരുമാനങ്ങളും ആക്ഷൻസുമാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചത്. And that's okay. We cannot change the past, but we can change the future if we change the choices
ആൻഡ് ദ ആക്ഷൻസ് ദാറ്റ് വി ടേക്ക് നൗ. ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഞാനിപ്പോൾ ഈ പറഞ്ഞ ചോയ്സിൻ്റെയും അതേപോലെ ആക്ഷൻസുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ടൈനി ഇൻസിഗ്നിഫിക്കൻറ്റ് ആക്ഷൻസ് ആൻഡ് ചോയ്സസ് ദാറ്റ് യു ടേക്ക് ടുഡേ ക്യാൻ റിപ്പിൾ ഇൻ ടു മാസീവ് ലൈഫ് ചേഞ്ചിങ് റിസൾട്ട്സ് ഇയേഴ്സ് ലേറ്റർ. ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഫിൽ നൈറ്റ് എന്ന് പറഞ്ഞ ഒരു 24 വയസ്സുള്ള ചങ്ങായി ബിസിനസ് സ്കൂളിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ ശേഷം ആ ബിസിനസ് സ്കൂളിൽ ഓനൊരു പ്രൊജക്റ്റ് അവതരിപ്പിച്ചിരുന്നു. അതിന് ആരും അങ്ങനെ വലിയൊരു അപ്രിസിയേഷനോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല, വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും കാണിച്ചിട്ടില്ല. അതായത് ഒരു ഷൂവിനെ കുറിച്ചുള്ള സംഭവം. അപ്പോൾ ഓൻ തീരുമാനിക്കുകയാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഓൻ്റെ അച്ഛനോട് പറയാണ്, എനിക്ക് ഈ ലോകം ഫുള്ള് കാണണം. ലോകം ഫുള്ള് കാണണം എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാവൽ ചെയ്യുമല്ലോ പല രാജ്യങ്ങളും, അതേപോലെ രാജ്യങ്ങൾ ട്രാവൽ ചെയ്യണം. അപ്പോൾ അവൻ്റെ അച്ഛൻ എന്ത് ചെയ്തു, നോർമലി വലിയ കാര്യങ്ങളൊന്നും സമ്മതിക്കാത്ത ആളാണ്, കുറച്ചൊരു ബാക്കിയുള്ളവർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യണം, ഇന്നെ റെസ്പെക്റ്റ് ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തയുള്ള ആളാണ്. പക്ഷേ ഈ ഒരു സംഭവം മൂപ്പര് എന്ത് ചെയ്തു, അനുവദിച്ചു, അതിന് സമ്മതം കൊടുത്തു, അതിനുള്ള എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഈ 24 വയസ്സായ ഫിൽ നൈറ്റ് പല രാജ്യങ്ങൾക്ക് പോകുന്നു. ഒരു ഐഡിയ ഇല്ലാത്ത ചങ്ങായാണ്, ചെറുപ്പക്കാരനാണ്. അങ്ങനെ പല രാജ്യങ്ങൾക്കും പോയിട്ട് അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവിടെ കുറേ ബീച്ചിലും ഇതിലൊക്കെ അങ്ങനെ എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പിന്നീട് ഓൻ ജപ്പാനിലേക്ക് എത്തണം. ഈ ജപ്പാനിൽ പോയിട്ട് നമ്മളെ പണ്ടത്തെ ആ ഒരു ബിസിനസ് ഐഡിയ ഓൻ്റെ മൈൻഡിൽ എപ്പോഴും ഉണ്ട്, അന്ന് ആ പ്രൊജക്റ്റ് അവതരിപ്പിച്ചത്. അപ്പോൾ ജപ്പാനിൽ ഒനിറ്റ്സുക്ക എന്ന് പറഞ്ഞ ആളുടെ ഫാക്ടറിയിൽ പോയിട്ട് അവിടെ ഉണ്ടാക്കുന്ന ജാപ്പനീസ് ഷൂസ്, റണ്ണിങ് ഷൂസ് ആട്ടോ. ഈ റണ്ണിങ് ഷൂസ് എന്ത് വേണം പറഞ്ഞാൽ ഓല നാട്ടിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഒറിഗൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഓൻ്റെ വീട് വരുന്നത്, USA. അപ്പോൾ ആ നാട്ടിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓൻ അവിടെ ഓർഡർ കൊടുത്തു. ബ്ലൂ റിബൺ എന്ന് പറഞ്ഞാണ്ട് ഓൻ്റെ മനസ്സിലേക്ക് അപ്പം വന്നതാണ്. ബ്ലൂ റിബൺ എന്ന് പറഞ്ഞാണ്ട് ഒരു കമ്പനി ഉണ്ട്, ഞങ്ങളെ കമ്പനി, ആ കമ്പനീൻ്റെ പേരിലാണ് ഓർഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആക്ച്വലി അങ്ങനെ സംഭവമല്ല, ഓൻ്റെ മൈൻഡിൽ പെട്ടെന്ന് കത്തിയതാണ് കമ്പനീൻ്റെ പേരിൽ ചോദിച്ചപ്പോൾ. അപ്പോൾ അന്ന് ജപ്പാനിലൊക്കെ പറയുന്നത് വല്ലാതെ പുറത്തേക്കുള്ള മാർക്കറ്റ്, US മാർക്കറ്റൊക്കെ തുറന്നു വരുന്നുള്ളൂ, അത്ര ആൾക്കാർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കാര്യങ്ങളൊന്നും ഇല്ല, ഇമ്പോർട്ടേഴ്സ് ഒന്നും ഇല്ല. അപ്പോൾ ആ ഒരു ടൈമിൽ ഓലും ഭയങ്കര ഹാപ്പിയാണ്. ബ്ലൂ റിബൺ എന്നൊക്കെ പറഞ്ഞാണ്ട് ഓല് അതിനെ എഗ്രി ചെയ്തു. അങ്ങനെ ഇവനെന്ത് ചെയ്തു, ഇവൻ അച്ഛനെ വിളിച്ചാണ്ട് പറഞ്ഞത് $50 വയർ ചെയ്യാൻ, അതായത് അവിടുന്ന് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ജപ്പാനിക്ക് അയക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ ഇവിടുന്ന് 12 പേഴ്സ് ഷൂസ് അങ്ങോട്ട് വരും എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഷൂസ് ഇതിനോല് ടൈഗേഴ്സ് എന്നാണ് വിളിക്കുന്നത്, ഫസ്റ്റ് വരുന്ന റണ്ണിങ് ഷൂസ് ജപ്പാൻ എന്നുള്ളത്. അപ്പോൾ ഈ സംഭവമാണ് ഇന്ന് നിങ്ങൾ കാണുന്ന നൈക്കി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്പോർട്സ് ബ്രാൻഡ് നമുക്ക് പറയാം. ആ സംഭവത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഈ 24 വയസ്സ് കഴിഞ്ഞ ഫിൽ നൈറ്റ് വേൾഡ് ട്രാവൽ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന തീരുമാനം, ദ ചോയ്സ്. ആ ഷൂ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാനുള്ള ചോയ്സ് ഓൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ഇതുപോലെ നമ്മൾ തീരുമാനിക്കുന്ന പല കാര്യങ്ങൾ, ഞാൻ ഇപ്പോൾ എക്സാമ്പിൾ പറയാണ്, ഇപ്പോൾ ഞാൻ കണ്ടന്റ് ഉണ്ടാക്കാൻ തുടങ്ങുകയാണെന്നുള്ളൊരു തീരുമാനം എടുത്തില്ലേ, ദിസ് ക്യാൻ ചേഞ്ച് മൈ ലൈഫ്. മൊത്തം എൻ്റെ ബിസിനസ്സും എൻ്റെ ലൈഫും എൻ്റെ മൊത്തം ട്രജക്ടറി തന്നെ ചേഞ്ച് ചെയ്യാൻ ക്യാപ്പബിൾ ആയിട്ടുള്ളൊരു സംഭവമാണിത്. ഇപ്പോൾ നിങ്ങളൊരു കരിയർ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് അതൊക്കെ നമ്മളെ ലൈഫിൽ പിന്നീട് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്ന സംഭവങ്ങളൊക്കെയാണ്. ഇഫ് യു ചൂസ് എന്തൊക്കെയാണോ പാസ്റ്റ്, ദ പാസ്റ്റ് ഡസൻറ്റ് മാറ്റർ, എന്തൊക്കെയാണോ സംഭവിച്ചാലും വാട്ട് യു ചൂസ് നൗ, വാട്ട് ആർ ദ ആക്ഷൻസ് യു ടേക്ക് നൗ ഈസ് വാട്ട് ഗോയിങ് ടു ഡിസൈഡ് ദ ടുമോറോ. ഇപ്പോൾ ഫിൽ നൈറ്റിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കി. 24 വയസ്സ് വരെ ഒരു സ്റ്റോറി ഇല്ല, ആരും അറിയാത്തൊരു പാവം ചങ്ങായി പിന്നീട് വൺ ഓഫ് ദ ബെസ്റ്റ് ബ്രാൻഡ് ഇൻ ദ വേൾഡ്, അതിൻ്റെ ഓണറാണ്. നമ്മളിപ്പോൾ ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞു, റീഫ്രെയിം യുവർ ടൈം ലൈൻ. ഇനി രണ്ടാമത്താണ് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ഐഡിയൽ ഡേ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഒരു പേപ്പറും പെന്നും എടുത്താണ്ട് എഴുതി വെക്കുക. ഞാനിത് എൻ്റെ കുറേ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞ സംഭവമാണ്, പക്ഷേ ഇത് ആരൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്കറിയില്ല. ദിസ് ഈസ് എ വെരി യൂസ്ഫുൾ ടെക്നിക്ക്. ഐഡിയൽ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫ്യൂച്ചറിൽ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, ഇവിടെ എത്തണം നമുക്കൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, അങ്ങനെ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിച്ച പൊസിഷനിൽ എത്തിക്കഴിഞ്ഞിട്ട് ഏകദേശം നമ്മളൊരു ദിവസം എങ്ങനെ ഉണ്ടാവും. നമ്മൾ രാവിലെ എപ്പോഴാണ് എണീക്കുക, നമ്മൾ നേരത്തെ എണീറ്റ് 4 മണിക്ക് എണീറ്റാണ്ട് പ്രൊജക്റ്റ് വർക്കിൽ ഇരിക്കാൻ തീരുമാനിച്ചാണോ, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഫിനാൻഷ്യൽ ഫ്രീഡം ഒക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ നീച്ചാലും കുഴപ്പമില്ല, അപ്പോൾ നമ്മളൊരു 7 മണിക്കോ അല്ലെങ്കിൽ 8 മണിക്കോ ഒക്കെ എണീക്കണുള്ളൂ. എങ്ങനെയാണെങ്കിലും അന്നത്തെ ഐഡിയൽ ഡേ എങ്ങനെയാണ്, എപ്പോഴാണ് എണീക്കുക, എത്ര നേരം വർക്ക് ചെയ്യും, രാവിലെ ഒരു 1 hour മോർണിംഗ് റൂട്ടീന്, അത് കഴിഞ്ഞാൽ ഒരു 4 മണിക്കൂർ ഡീപ്പ് വർക്ക്, അത് കഴിഞ്ഞാൽ ലഞ്ച്, അത് കഴിഞ്ഞാൽ ഫാമിലിൻ്റെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യണം, അത് കഴിഞ്ഞാൽ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പുറത്ത് സോഷ്യലൈസിങ്, അത് കഴിഞ്ഞാൽ ജിമ്മ്. ഇങ്ങനെ എങ്ങനെയാണോ നിങ്ങൾ ഐഡിയൽ ലൈഫ് എന്ന് പറയുന്നത്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലൈഫ് എന്ന് പറയുന്നത്, ആ ലൈഫ് എന്ത് ചെയ്യാം, പേപ്പറിൽ എഴുതി നോക്കാം. അപ്പം നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും ലൈഫിൽ എന്താണ് വേണ്ടത് എന്നുള്ളത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. എന്നിട്ട് ഇപ്പോഴത്തെ ലൈഫ് വെച്ച് കമ്പയർ ചെയ്യുക.
ഈ ഐഡിയൽ ഡേയിൽ ഇത്രത്തോളം വർക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഇത്രത്തോളം ഫിറ്റ്നസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്റ്റഡീസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ കരിയറായിട്ട് റിലേറ്റ് ചെയ്ത് ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ ചെയ്യണത് ഇതിലേക്ക് എത്തിക്കോ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പല ആൾക്കാരും ഐഡിയൽ ലൈഫ് ഓൽക്കുണ്ടാവും, പക്ഷെ ഈ ഐഡിയൽ ഡേ ഉണ്ടല്ലോ അതിലേക്ക് എത്താനുള്ള ആ ഒരു സംഭവം ഒന്നും പോലും ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. ഒരിക്കലും വേറെ ആൾക്കാർ ഇത് കോപ്പി അടിക്കരുത്. ഇപ്പം എൻ്റെ ഡെയിലി റൂട്ടീനോ അല്ലെങ്കിൽ അതൊന്നും എടുത്താണ്ട് കോപ്പി അടിക്കരുത്. നിങ്ങളുടെ ഇതിനനുസരിച്ച്, ബോഡിക്ക് അനുസരിച്ച്, ബയോളജിക്ക് അനുസരിച്ച്, ഗോൾസിനനുസരിച്ച് എന്ത് ചെയ്യുക, ഈ സംഭവം സെറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, അക്സെപ്റ്റ് വാട്ട് ഈസ് ഇൻ യുവർ കൺട്രോൾ, ലെറ്റ് ഗോ ഓഫ് ദ റെസ്റ്റ്. ഇപ്പം ഞാനൊരു ബിസിനസ് ഓണർ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് 2 പെർസ്പെക്റ്റീവ് ഉണ്ട്. ഒരു പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ 2 ബിസിനസ് ഓണേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം, പേഴ്സൺ എ, പേഴ്സൺ ബി. അപ്പോൾ ഈ പേഴ്സൺ എ മാസം അയാൾക്കൊരു 1 lakh ക്യാഷ് ഫ്ലോക്ക് എത്തണം. അപ്പോൾ അയാളെ ബിസിനസ് ആകെ 20K എത്തണുള്ളൂ മന്ത്. 1 lakh ക്യാഷ് ഫ്ലോ കിട്ടുന്നില്ല, അതിന് പകരം 20,000 മാസം ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ ഇയാളിങ്ങനെ ഈ 1 lakh കിട്ടണം എന്ന് പറഞ്ഞാൽ എല്ലാ എംപ്ലോയീസിനോടും ഇങ്ങനെ ചൂടാവണു, 1 lakh വേണം 1 lakh വേണമെന്ന് മാനിഫെസ്റ്റ് ചെയ്യണു, പറയണു, കുറേ പേപ്പറിൽ എഴുതണു. ഇതുകൊണ്ട് കാര്യമില്ലല്ലോ, അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം. പക്ഷെ അതേസമയം പേഴ്സൺ ബി എന്ന് പറയുന്നത് 1 lakh ക്യാഷ് ഫ്ലോ വേണം, ഇപ്പോൾ 20,000 ഉള്ളൂ. അപ്പോൾ മൂപ്പരിങ്ങനെ ഇരുന്ന് ചിന്തിക്കണം, ഓക്കെ ഇതിൻ്റെ പ്രൊഡക്റ്റിൽ എനിക്ക് എന്തൊക്കെ മാറ്റം വരുത്താൻ പറ്റും, എങ്ങനെ ഇത് കസ്റ്റമേഴ്സിന് കൂടുതൽ യൂസ്ഫുൾ ആക്കുന്ന രീതിയിൽ എനിക്ക് മാറ്റാൻ പറ്റും, അതുപോലെ തന്നെ ഇതിൻ്റെ റീഫണ്ട് റേറ്റ് എങ്ങനെ എനിക്ക് കുറക്കാൻ പറ്റും, ഇതിൻ്റെ കൺവേർഷൻ റേറ്റ് എനിക്ക് എങ്ങനെ കൂട്ടാൻ പറ്റും, ഇത് കൂടുതൽ എനിക്ക് എങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയാണ്. ഈ ക്യാഷ് ഫ്ലോ നമുക്ക് നോക്കണില്ല, ഇതാണ് മൂപ്പര് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ ഉണ്ടാവുക, മൂപ്പരെ ക്യാഷ് ഫ്ലോ ഓട്ടോമാറ്റിക്കലി കൂടും. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും എത്തണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ അതിങ്ങനെ വിചാരിച്ചാണ്ട് ടെൻഷൻ അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് 30,000 സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ എനിക്ക് 100K സബ്സ്ക്രൈബേഴ്സ് വേണം എന്ന് പറഞ്ഞാൽ ഞാൻ ടെൻഷൻ അടിച്ച് കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതിന് പകരം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്ന കണ്ടന്റുകൾ ഞാൻ ഉണ്ടാക്കുകയാണ്. ബെറ്റർ ക്വാളിറ്റി കൂട്ടുകയാണ്. അതുപോലെ തന്നെ ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് പഠിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി സബ്സ്ക്രൈബേഴ്സ് കൂടും. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെ എന്താണോ നിങ്ങളെ കൺട്രോളിലുള്ളത് അത് ചേഞ്ച് ചെയ്യുക, അത് ഇമ്പ്രൂവ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. കൺട്രോൾ ഇല്ലാത്ത സംഭവങ്ങൾ മൈൻഡ് ചെയ്യാൻ നിൽക്കരുത്. ഇനി എല്ലാവരും ഈ സംഭവം പറയുന്ന എല്ലാവരും നമ്മൾ ബിഹൈൻഡാണ്, നമ്മളിവിടെ എത്തിയില്ല എന്ന് പറയുന്ന എല്ലാ ആൾക്കാരും ചെയ്യുന്നൊരു സംഭവമാണ്, അല്ലെങ്കിൽ ഓരോ ലൈഫിലുള്ളൊരു സംഭവമാണ് കമ്പാരിസൺ ട്രാപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ മെയിൻ കൾപ്രിറ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം തന്നെയാണ്. ബാക്കിയുള്ള സ്റ്റോറിയും ബാക്കിയുള്ള പോസ്റ്റും കണ്ടുകൊണ്ട് എന്തുണ്ടാവും, നമ്മളെ ഫ്രണ്ട്സൊക്കെ ഓലെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് നല്ല ജോലി കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ട്രാവൽ ചെയ്യിക്കാനും ഒരു വെക്കേഷന് അത് ഇതൊക്കെ ഇങ്ങനെ സ്റ്റോറിയിലിടും. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഒരു 99% ആൾക്കാർ അല്ലെങ്കിൽ ഒരു 95% ആൾക്കാരും ഓലെ ജീവിതത്തിലുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ ഈ സോഷ്യൽ മീഡിയയിൽ ഇടുന്നുണ്ടാവുള്ളൂ. ഓലെ ദിവസം ചിലപ്പോൾ പക്ക പോക്കേ കയറാം, പക്ഷെ അതിൽ ഒരു നല്ല സംഭവമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതേ കാര്യം ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ അത് മാത്രമേ കാണുള്ളൂ. നിങ്ങൾക്ക് അതൊന്നും സഹിക്കാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ, എല്ലാവരും ഇങ്ങനെ ഭയങ്കര അവിടെയും ഇവിടെയൊക്കെ എത്തിയത് ഇങ്ങനെ ഇടുകയാണ്, നമുക്കതൊന്നും സഹിക്കാൻ പറ്റണില്ല, ഞാനവിടെ എത്തിയില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ആയിക്കോ. എന്തിനാ കാണാൻ നിൽക്കണേ, ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ആയിക്കോ. എന്നിട്ട് പണി എടുക്കാൻ തുടങ്ങി, പണി എടുത്താണ്ട് ഹാർഡ് വർക്ക് എടുത്താണ്ട് സ്മാർട്ട് വർക്ക് കൊടുത്താണ്ട് എവിടെയെങ്കിലും എത്ത്. കമ്പാരിസൺ എന്ന് പറഞ്ഞ സംഭവം എന്തായാലും നമ്മുടെ ഉള്ളിലുണ്ടാവും, നമ്മളൊരു സോഷ്യൽ ക്രീച്ചറാണ്, അതുണ്ടാവും. പക്ഷേ ഈ ഒരു കാര്യം മനസ്സിലാക്കുക, ആരും ഇവിടെ പെർഫെക്റ്റ് ലൈഫല്ല ജീവിക്കുന്നത്, അതുപോലൊക്കെ ആ നല്ല കാര്യങ്ങൾ മാത്രമേ കരയിലുണ്ടാവുക, കാണിക്കുന്നുണ്ടാവുക. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റോപ്പ് ആൾ ഓർ നത്തിങ് ബിഹേവിയർ. ഇപ്പം ഞാൻ പറയാണ്, ഞാൻ രാവിലെ 5 മണിക്ക് എണീറ്റാണ്ട് വീഡിയോ എടുക്കാൻ വിചാരിച്ചു, പക്ഷെ ഞാൻ എണീക്കാൻ വൈകി അല്ലെങ്കിൽ അലാറം വെക്കാൻ മറന്നു. എന്നിട്ട് ഞാൻ എണീറ്റത് 6 മണിക്കോ അല്ലെങ്കിൽ 7 മണിക്കോ ആണ് വിചാരിക്കുക. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് ടൈമൊക്കെ വെച്ചിരുന്നു, 3 മണിക്കൂർ കൊണ്ട് ഫിനിഷ് ചെയ്യണം എല്ലാ കാര്യങ്ങളും, വീഡിയോ ഒക്കെ എടുത്ത് ഫുള്ള് സെറ്റപ്പും കാര്യങ്ങളൊക്കെ കഴിയാണ്ട് ഫിനിഷ് ചെയ്യണം വിചാരിച്ചിരുന്നു. പക്ഷേ എണീറ്റത് 7 മണിക്കാണ് വിചാരിച്ചത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എൻ്റെ ആ ദിവസം കൊളായി എന്നാണോ? അല്ല. അതിൻ്റെ അർത്ഥം അവർ കുറച്ച് ടൈം വൈകി, ഓക്കെ, പക്ഷെ ഇനിയും എത്രകാലം സമയമുണ്ട്, ഒരു ദിവസം 24 മണിക്കൂറുണ്ട്, ആകെ എത്ര ടൈമേ പോയിട്ടുള്ളൂ, ഇനി എനിക്ക് വീഡിയോ എടുക്കാം. ആ ഒരു ചിന്തയാണ് നിങ്ങൾക്ക് വേണ്ടത്. രാവിലെ എണീറ്റു, നമ്മൾ അറിയാതെ ഫോൺ എടുത്താണ്ട് ഒരു 10 മിനിറ്റ് സ്ക്രോൾ ചെയ്തു, ഇന്നത്തെ ദിവസം പോയി, ഇനി കാര്യമില്ല, ഇനി ഫുൾ എന്ത് ചെയ്യുക, സിനിമ കാണുക, സ്ക്രോളും ചെയ്യുക, അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് കഴിക്കുക, കുറച്ചൊരു അറിയാതൊരു ക്യാൻഡി തിന്നു, അല്ലെങ്കിൽ അറിയാതെ കുറച്ചൊരു കല്യാണത്തിലൊക്കെ പോയി കാണും, ഒരു ദിവസം ബിരിയാണി തിന്നു, അതിൻ്റെ ഡയറ്റൊക്കെ കൊളായി, ഇനി നിന്നിട്ട് കാര്യമില്ല, ഇനി ഫുൾ എന്ത് ചെയ്യുക, ഫാസ്റ്റ് ഫുഡ് കഴിക്കുക. ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ല. പൊട്ടന്മാരെങ്ങനെ ചിന്തിക്കുള്ളൂ. നമ്മൾ ഒരു 10 മിനിറ്റ് സ്ക്രോൾ ചെയ്തു, ഓക്കെ 10 മിനിറ്റ് അല്ലേ പോട്ടെ, ഇനി എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ കുറച്ച് ബിരിയാണി കഴിച്ചു, ഓക്കെ ഇനി അത് പോട്ടെ, പാസ്റ്റാണ്, ഇനി കഴിക്കുമ്പോൾ നല്ലത് കഴിക്കാം എന്നുള്ള രീതിയിൽ ചിന്തിക്കാം. സ്റ്റോപ്പ് ദ ആൾ ഓർ നത്തിങ് ആ ഒരു ബിഹേവിയർ. ആരും പെർഫെക്റ്റ് അല്ല, ആരുടെ ലൈഫിലും എല്ലാ ദിവസവും പക്ക പെർഫെക്റ്റ് പ്രൊഡക്റ്റീവ് ദിവസങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അങ്ങനെ സോഷ്യൽ മീഡിയ കണ്ടിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ അത് മാത്രം കാണിക്കണോണ്ടാണ്. ആൻഡ് ആൾസോ യു ഡോണ്ട് നീഡ് പെർഫെക്റ്റ് പ്രൊഡക്റ്റീവ് ഡേയ്സ്. ഇൻഫാക്ട്
നമ്മളിപ്പോൾ ഒരു 5 ദിവസം എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിൽ 3 or 2 ഒക്കെ നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള ദിവസം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ജിമ്മിൽ പോകണമെന്ന് വിചാരിച്ചോ, ആഴ്ചയിൽ 5 ദിവസം പോകുന്നുണ്ടെങ്കിൽ ഈ 5 ദിവസം നിങ്ങൾക്ക് നല്ല ഫീലിംഗ് ഒക്കെ കയറാം. 1 or 2 ദിവസം ചിലപ്പോൾ നല്ല വർക്കൗട്ട്, നല്ല ഗുഡ് ഫീലിംഗ് ഒക്കെ കയറും, ജിമ്മിൽ പോകാൻ നല്ല മോട്ടിവേഷൻ ഒക്കെ ഉണ്ടാവും. ബാക്കി 3 ദിവസം പക്ക ഡിമ്മായി നിൽക്കുന്ന ടൈമേ കയറാം, അല്ലെങ്കിൽ നമുക്ക് മോട്ടിവേഷൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് എനർജി ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ പുഷ് ചെയ്ത് പോകേണ്ടി വരും. എല്ലാ ദിവസവും പെർഫെക്റ്റ് ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കേസല്ല. ഇറ്റ് ഈസ് യുവർ ഓൺ പാത്ത്, ഇറ്റ് ഈസ് യുവർ ഓൺ റേസ്, യു ആർ യുണീക്ക്. സ്റ്റോപ്പ് കമ്പയറിങ് ലാപ്ടോപ്പ് ടു മാംഗോ ട്രീസ്. സ്റ്റാർട്ട് ലിവിങ് ബെറ്റർ, മേക്ക് better choices and do better actions. You can improve your life. I hope this video is helpful for you guys. See you in the next video.